മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ DNA ഫലം പ്രസിദ്ധീകരിക്കുന്നത് നിർണായകമാവുന്നു. അതോടെ മൃതദേഹം തിരിച്ചറിയുന്നതിനും കാണാതായവരുടെ പട്ടിക പുതുക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും ഉൾപ്പെടെ 401 DNA പരിശോധനകളാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ 349 ശരീരഭാഗങ്ങൾ 248 പേരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ വരെ 121 പുരുഷന്മാരെയും 127 സ്ത്രീകളെയുമാണ് തിരിച്ചറിഞ്ഞത്. 437 ശരീരഭാഗങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. കൂടുതൽ അഴുകിയ ശരീരഭാഗങ്ങളുടെ DNA ഫലം ഇനിയും വൈകും. ബന്ധുക്കളുടെ DNAയുമായി ഒത്തുനോക്കി ആളെ തിരിച്ചറിയലാണ് അടുത്ത ഘട്ടം. 119 രക്തസാമ്പിളാണ് ഇതിനായി ശേഖരിച്ചത്. ഈ ഫലം കൂടി കിട്ടിയാൽ മരിച്ചവരുടെ എണ്ണത്തിലും ഇവരുടെ വിവരങ്ങളിലും വ്യക്തത വരും. സർക്കാർ കണക്കിൽ ഇതുവരെ 231 മരണമാണ് സ്ഥിരീകരിച്ചത്. 128 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം കേന്ദ്രത്തിന് നൽകേണ്ട വിവരങ്ങൾ അതിവേഗം തയ്യാറാക്കാനുള്ള നടപടികളിലാണ് സർക്കാർ. നേരത്തെ സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ദുരന്തത്തിന് ഇരയായവരെ വാടക വീടുകളിലേക്ക് മാറ്റുന്നതിനാണ് ഇപ്പോൾ മുൻഗണന. വാടക വീടുകൾ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെയും നഷ്ടപ്പെട്ട സ്വത്തിന്റെയും അവകാശികൾ ആരെന്ന് ഉറപ്പാക്കാനുള്ള നിയമപ്രശ്നത്തിനും ഉടൻ പരിഹാരം കണ്ടെത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന കഴിഞ്ഞ ദിവസം 110 കോടി കവിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.